ഇല്ല. ആത്മാവില്ലെങ്കിൽ നിങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഈ ശരീരം തന്നെ നിങ്ങൾ മണ്ണിലേക്ക് പോയി ചീഞ്ഞളിഞ്ഞു പോയില്ലേ, മണ്ണാവില്ലേ? അപ്പോൾ ആ ആത്മാവായ അള്ളാഹുവാണ്, ഈശ്വരനാണ് തൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ശരീരത്തെ സൃഷ്ടിച്ചതും എന്നിട്ട് സ്വപ്നത്തിലൂടെ ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നൊക്കെ സൃഷ്ടാവായ പ്രപഞ്ചനാഥൻ തന്നെയാണെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ആ പ്രപഞ്ചനാഥനാണ്, അള്ളാഹുവും ഈശ്വരനാണ് ഞാൻ, സകലരും അത് തന്നെയാണ്, കാഴ്ചയിലും ബോധ്യതയിലും സദാ നിലകൊള്ളുക. അപ്പം ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ പരിശുദ്ധാത്മാവായ ഈശ്വരനായി മാറുന്നത്. അതാണ് എല്ലാ മതങ്ങളും മനുഷ്യനെ ശുദ്ധീകരിക്കാൻ പറയുന്നുണ്ട്. മുസ്ലിമുകളും ഷഹാദത്ത് കലിമയിലൂടെ അശുദ്ധി കളഞ്ഞ് ശുദ്ധമാക്കാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ അല്ലാഹു ആണ്. ആദ്യ പ്രകാശം വഴി അതിലൂടെ അഷ്ഹദു അൻ ലാ ഇലാഹയും ഇലാഹിൻ്റെ കർമ്മമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്നുകൊണ്ട് ദൃശ്യമായ പുനർജനിച്ച ആ ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ല അല്ലാ അന്ന മുഹമ്മദ് റസൂലുള്ള അള്ളാഹു ആണെന്ന് കണ്ടറിഞ്ഞ് ശുദ്ധീകരിച്ച് പിന്നെ അവിടെ മനുഷ്യനില്ല, അള്ളാഹുവായി മാറണം. അവിടെയാണ് ശുദ്ധീകരണം. മനുഷ്യനൊന്നും ഒന്നില്ല, ആത്മാവായ അള്ളാഹുവാണ്. അത് തന്നെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ, ദർശനത്തിൽ ഗായത്രി മന്ത്രത്തിലൂടെ നമ്മുടെ ശരീരശുദ്ധി വരുത്തി, പിന്നെ നാഡീശുദ്ധി വരുത്തി, മനഃശുദ്ധി വരുത്തി, ആത്മശുദ്ധി വരുത്തി, ആത്മാവിനെ ശുദ്ധീകരിച്ച് ഞാനെന്ന ഈ പേരിൽ അറിയപ്പെടുന്ന ഒരുത്തൻ ഇല്ലാതായി ആ പരിശുദ്ധാത്മാവായ ഈശ്വരൻ മാത്രമായി തീരുകയാണ്. ഇതാണ് ഗായത്രി മന്ത്രത്തിലൂടെ നമ്മുടെ ഭാരത ദർശകരും മുസ്ലിമുകൾ ഷഹാദത്ത് കലിമയിലൂടെയും എല്ലാ മതസ്ഥരും ശുദ്ധി വരുത്തുന്നുണ്ട്. എല്ലാ മതങ്ങളും ശുദ്ധി വരുത്താൻ പറയുന്നുണ്ട്. അത് ഞാനെന്ന ദൈവത്തിൻ്റെ ആത്മാവായ ദൈവമല്ല, മനുഷ്യനെന്ന ഞാൻ വേറൊരുത്തനാണെന്നുള്ള തെറ്റായ ധാരണ കളഞ്ഞ് ആത്മാവായ സൃഷ്ടാവും ആത്മാവുമായ ആ പ്രപഞ്ചനാഥനാണ് ഞാനും സകലരും എന്ന് കണ്ട് ആ ആത്മാവിനെ പരിശുദ്ധമാക്കി ഞാനെന്ന വേർത്തനെന്ന കളങ്കം കളഞ്ഞ് അശുദ്ധി കളഞ്ഞ് ശുദ്ധമാക്കി പരിശുദ്ധാത്മാവായി നിലകൊള്ളുക. ഇതാണ് ദൈവം, ഈശ്വരൻ. അങ്ങനെ ആവാം മോളെ, ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും. ഇത് കാണുന്നവരും എല്ലാവരും ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവായ യേശുവും മുഹമ്മദും കൃഷ്ണനും രാമനും അതുപോലെയുള്ള എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം അതായി തീരുക, പരിശുദ്ധാത്മാവായി തീരുക. ദൈവം